രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബി.ജെ.പി. പഠന ശിബിരം നടത്തിയതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നു. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ സംഭവത്തിൽ അതൃപ്തി അറിയിച്ചു. അടിയന്തരമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുവാനും ചുമതലക്കാരനോട് വിശദീകരണം തേടുവാനും നിർദ്ദേശം. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് കൈരളി ന്യൂസാണ്. KPCCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് BJPയുടെ പഠന ശിബിരം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 27, 28 തീയതികളിൽ നടന്നത്. അത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾ KPCC പ്രസിഡന്റിനോട് തന്നെ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി അന്വേഷണം നടത്തണം. ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള AK ശശിയാണ് ഇപ്പോൾ അതിൻ്റെ ഓഫീസിൻ്റെ അടക്കമുള്ള ചുമതലകൾ താൽക്കാലികമായി വഹിക്കുന്നത്. അദ്ദേഹത്തിനോട് സംഘടന എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി അനൗദ്യോഗികമായി ഇതിനകം തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകൾക്ക് BJPയുടെ ഒരു സംസ്ഥാന പഠന ശിബിരം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള R. ശ്രീലേഖ ഉദ്ഘാടനം ചെയ്ത 2 ദിവസം തുടർച്ചയായി നടന്നൊരു പഠന ശിബിരം എന്തുകൊണ്ടാണ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത്? ഇക്കാര്യത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് പാർട്ടി ഭാരവാഹികൾക്ക് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിമർശനമാണ് മുതിർന്ന നേതാക്കൾ തന്നെ KPCC ഭാരവാഹികളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി അന്വേഷിക്കണം. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ചുമതലക്കാരൻ അതാത് കാലത്തെ KPCC ജനറൽ സെക്രട്ടറിമാർ ഒരാളെയാണ് ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല എല്ലാ തവണയും കൈമാറുക. ഇത്തവണ അങ്ങനെ ഒരാൾക്ക് ചുമതല നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരമായി ഒരാൾക്ക് ചുമതല നൽകണം എന്നും പാർട്ടി നേതൃത്വം അനൗദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതാത് കാലത്തെ KPCC അധ്യക്ഷന്മാരായിരിക്കും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ പദവി അലങ്കരിക്കുക. നിലവിൽ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിനാണ് സ്ഥാപനത്തിൻ്റെ ചുമതല ഉള്ളത്. അതുകൊണ്ട് സണ്ണി ജോസഫ് ഈ വിഷയം അറിഞ്ഞിരുന്നോ എന്ന കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ നേതാക്കൾ തന്നെ സംസ്ഥാന നേതാക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി വിശദീകരണം തേടാനും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗുരുതരമായ കുറ്റകൃത്യം അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് മുതിർന്ന നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. കടുത്ത അതൃപ്തി ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ തന്നെ KPCC ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. തുടർ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.